മണികലക്കത്തിലേക്ക് സ്വാഗതം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ദിവസക്കൂലിക്കാർക്കും ബാങ്കിംഗ് സംവിധാനം ഇതുവരെ ഒരു വിദൂര സ്വപ്നമായിരുന്നു. എന്നാൽ ബയോമെട്രിക് കാർഡുകൾ ഇവരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും ഫിനോയും ചേർന്നാണ് ബയോമെട്രിക് കാർഡുകൾ വഴി ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 20 രൂപ മുതൽ നിക്ഷേപിക്കാൻ കഴിവുള്ള വീട്ടമ്മമാരും വഴിവാണിഭക്കാരും ബാങ്കിന്റെ ഉപഭോക്താക്കളാണ്. മുംബൈയിലെ ധാരാവി എന്ന ചേരി പ്രദേശമാണ് പൈലറ്റ് പ്രോജക്റ്റിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മുംബൈയിൽ ബയോമെട്രിക് കാർഡുകൾ വഴി യൂണിയൻ ബാങ്കിന്റെ ബാങ്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണം 1,00,000-ഓളം വരും. മധ്യവർത്തി വിഭാഗം വരെയായിരുന്നു ഇതുവരെ ബാങ്കിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ വീട്ടമ്മമാരും വഴിവാണിഭക്കാരും 20 രൂപ മുതൽ നിക്ഷേപമാണ് ബയോമെട്രിക് കാർഡ് വഴി നടത്തുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ധാരാവിയിലെ ചേരി പ്രദേശമാണ് ബയോമെട്രിക് കാർഡുകൾക്കായി UBI തങ്ങളുടെ പരീക്ഷണശാലയാക്കിയത്. ബാങ്കോ അത് തങ്ങൾക്കോ എന്ന് ചോദിച്ചിരുന്ന സാമ്പത്തികമായി പിന്നോക്ക വിഭാഗത്തിലേക്കാണ് ബാങ്ക് ഇറങ്ങിച്ചെന്നത്. ബാങ്ക് വീട് തേടിയെത്തുന്നു എന്നതാണ് ഇവരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ബാങ്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നതിനാലാണ് ധാരാവിയെ തെരഞ്ഞെടുത്തതെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡിക്കോളെ പറഞ്ഞു. Somebody to take care of them opening up the account. To take care of such persons, we have launched a program particularly in Dharavi area by issuing them smart cards, is the biometric cards, and under this program, bank put together over 2.90 lakhs enrollment has been done, and in Dharavi itself more than 35,000 cards have been issued biometric cards. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമായ ധാരാവി കുടിൽ വ്യവസായത്തിന് പ്രശസ്തമാണ്. ഇവിടുത്തെ അന്തേവാസികളിൽ മിക്കവരും ദിവസക്കൂലിക്കാരാണ്. വൈകുന്നേരങ്ങളിൽ കയ്യിൽ കാശിരുന്നാൽ മദ്യപാനത്തിന് ചിലവാക്കുന്നവരും. ഇവരിലാണ് ബയോമെട്രിക് കാർഡുകൾ നൽകി സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ ബാങ്ക് മുന്നിട്ടിറങ്ങിയത്. സ്വൈപ്പിംഗ് മെഷീനുമായി പ്രതിനിധി വീട്ടിലെത്തിയാണ് പണം സ്വീകരിക്കുന്നതും അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്നതും. ഈ സംവിധാനം വളരെ പ്രയോജനകരമാണെന്ന് വീട്ടമ്മയായ ഭവാനി പറയുന്നു. இது எங்களுக்கு ரொம்ப ஈஸியாக இருந்தது. வீட்டுக்கு வந்து பிரிச்சுட்டு போகிறாங்க. அதெல்லாம் எங்களுக்கு பேங்கு போகணும் அவசியம் இல்லை. நாங்கள் கேட்ட உடனே ஃபோன் பண்ணாக்கி உடனே வராங்க. வந்து பைசா வேணும் அப்படின்னா எடுத்துக்கிட்டோம். അതാണ് ரொம்ப യൂസ്ഫുൾ ആയിരുന്നു. ബയോമെട്രിക് കാർഡുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ആദ്യം അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതിനോടൊപ്പം അവരുടെ 10 വിരലുകളുടെയും അടയാളം രേഖപ്പെടുത്തുന്നു. ഇവ കാർഡിലേക്ക് മാറ്റുന്നു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ പ്രക്രിയ. അക്കൗണ്ടുള്ള ആളുകളുടെ ഫോട്ടോയും കാർഡിൽ പതിക്കുന്നു. ഇവരുടെ വിവരങ്ങൾ കൂടാതെ ഏജന്റുമാരുടെ വിവരങ്ങളും സ്വൈപ്പിംഗ് മെഷീനിൽ ശേഖരിക്കപ്പെടുന്നു. ആദ്യം മടി കാട്ടിയവർ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ മുന്നിട്ടിറങ്ങുന്നതായി ഏജന്റ് മേരി പറയുന്നു. முதல்ல எல்லாரும் கொஞ்சம் தயங்கினாங்க போடுறதுக்கு. அப்புறம் நாங்கள் உங்களுக்கு சொன்னோம், இது வந்து சர்க்கார் பேங்க் தான், ஒன்றும் பயப்பட வேண்டியதில்லை, தைரியமாக நீங்கள் போடலாம், இதில் உங்களுக்கு யூஸும் இருக்குது, உங்கள் எமர்ஜென்சி நீங்கள் பேங்க் போகணும் அவசியம் இல்லை, என்கிட்டே நீங்கள் நாங்கள் ஏரியாவில் வரதில்லை, எங்ககிட்டே நீங்கள் பைசாவும் எடுத்துக்கலாம். அதனால் 2-3 ரூபா அவங்க முன்னாடியே கலெக்ஷன் எப்படி போடணும் எப்படி எடுக்கணும்னு பார்த்து அவங்களுக்கு நாங்கள் புரிய வச்சு அதுக்கப்புறம் அவங்கள ஒத்துக்க வச்சு அப்புறம் டெய்லி அவங்க போட ஆரம்பித்தாங்க. ஆனால் முதல்ல ஏதாவது கொஞ்சம் தயங்க தான் செஞ்சாங்க. அவங்க முன்னாடி இது பண்ணி காமிச்சோன்னா அவங்களுக்கு புரிஞ்சுக்கிட்டு அப்போ நம்ம வரல் நிஷானில் தான் பைசா எடுக்கிறோம் போடுறோங்கிற தைரியத்தில் ஆட்டோமேட்டிக் எல்லாரும் போட ആരംഭിച്ചാണ്. ബയോമെട്രിക് കാർഡുകൾ അധികം താമസിയാതെ രാജ്യവ്യാപകമായി തിരിച്ചറിയൽ കാർഡുകളായി മാറുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയോടൊപ്പം ഈ സംരംഭത്തിൽ പങ്കാളിയായ ഫിനോയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഋഷി കപൂർ പറയുന്നു. Already is an existing customer. Having done that, we load the best 4 fingers of that person onto the chip of the card. So the chip of the card has the 4 fingers when the card is given to or delivered to the customer. Having delivered that card, we also put those POS machines, which are biometric machines, in which the customer actually can do a transaction through the card. So he comes with the card where the fingerprints are loaded, the transactions are done on the POS machine. Every validation or account or a chip is opened only once the fingerprints are matched with these records, which is there. The physical matching has to be done with the chip. ഉപഭോക്താക്കളെ തേടി ചെല്ലുന്ന ഈ ബാങ്ക് വഴിവാണിഭക്കാരുടെ ഇടയിലും വീട്ടമ്മമാർക്കിടയിലും വളരെ പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞു.
ഒരു വർഷത്തിനിടയിൽ 1.5 ലക്ഷം ഉപഭോക്താക്കളെയാണ് ബാങ്ക് ലക്ഷ്യമിട്ടതെങ്കിലും വെറും 4 മാസം കൊണ്ട് ഇതിൽ 1 ലക്ഷത്തിലേറെ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ക്യാമറമാൻ സജീവിനൊപ്പം മുംബൈയിൽ നിന്നും രഞ്ജിനി ലിസ വർഗീസ്, മനോരമ ന്യൂസ്. ഓഹരി വിപണി അവലോകനം ഇടവേളയ്ക്ക് ശേഷം.